രാമായണത്തിലെ മാത്രമല്ല ചികിത്സയുടെയും കൂടി മാസമാണ് കർക്കിടകം. ഈ മാസം ചികിത്സയുടെയും ആയുർവേദത്തിൻ്റെയും ദേവനായ ധന്വന്തരി മൂർത്തിയുടെ ഒരു ക്ഷേത്രത്തിൽ പോയാലോ? നെല്ലുവായ ധന്വന്തരി ക്ഷേത്രം വളരെ പ്രശസ്തമായ പുരാതനമായ ഒന്നാണ്. കർക്കിടക മാസത്തിൽ ആരോഗ്യത്തിന് പ്രാധാന്യം നൽകേണ്ട സമയത്ത് ആയുർവേദത്തിൻ്റെ ദേവനെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഉത്തമമാണ്. ഇതിനൊപ്പം തന്നെ ഇവിടുത്തെ പ്രസിദ്ധമായ താളുകുഴമ്പും കഴിക്കാം. നെല്ലുവായ ധന്വന്തരി ക്ഷേത്രത്തിൽ കർക്കിടക മാസത്തിലെ ആചാരാനുഷ്ഠാനങ്ങൾ ഏറെയുണ്ട്. കർക്കിടക മാസത്തിലെ ഔഷധ സേവാ ദിനം വളരെ വിശേഷമാണിവിടെ. ഈ ദിവസം ഭക്തർക്ക് പ്രത്യേക പ്രാർത്ഥനകളും വഴിപാടുകളും നടത്താനുള്ള അവസരമുണ്ട്. ആരോഗ്യപരമായ പ്രശ്നങ്ങളിൽ നിന്ന് മുക്തി നേടുന്നതിനും ആരോഗ്യം നിലനിർത്തുന്നതിനും ഈ ദിനത്തിലെ പ്രാർത്ഥനകൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നു. കർക്കിടക മാസം പൊതുവെ ആയുർവേദ ചികിത്സകൾക്ക് പ്രാധാന്യം നൽകുന്ന മാസമാണ്. ശരീരത്തെ ശുദ്ധീകരിക്കുന്നത് പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിനും ഈ മാസം ഉത്തമമാണ്. അപ്പോൾ ധന്വന്തരിയുടെ അനുഗ്രഹത്തോടെ ചികിത്സകൾ ആരംഭിക്കുന്നത് ഏറെ ഗുണകരമാണെന്ന് വിശ്വസിക്കപ്പെടുന്നു. നെല്ലുവായിലെ താളുകുഴമ്പിൻ്റെ പ്രാധാന്യം കർക്കിടക മാസത്തിലാണ് വർദ്ധിക്കുന്നത്. ശരീരത്തിന് പ്രതിരോധശേഷി നൽകാനും ഉന്മേഷം നിലനിർത്താനും ഇത് ഏറെ സഹായിക്കും എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. ക്ഷേത്രത്തിലെ താളുകുഴമ്പ് ഈ സമയത്ത് കൂടുതൽ ഭക്തർ ആവശ്യപ്പെടാറുമുണ്ട്.